ശരിയടുത്തി, നാളെ കിഴക്കേക്കോളി കൊയ്യാൻ പോരുന്നോ? നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ ആടിനെ വളപ്പിലൊന്ന് കിട്ടി. വാ വാ, കണക്ക് ചവിട്ടാൻ. പവർ എന്നാലും നിൽക്കാം, നിനക്കൊരിളക്കം. നിനക്ക് കല്യാണം കഴിക്കണം. എന്നാലേ ഞാൻ അമ്മയോട് പറയാം. എന്റെ പ്രിയപ്പെട്ട തങ്കമണിക്ക് എന്റെ പ്രിയപ്പെട്ട തങ്കമണിക്ക് ഞാൻ നളിനിയാണെന്നാ കരുതിയത്. എന്താ വന്നത്? നാളെ അമ്പലത്തിൽ പോകണം. മാധവേട്ടൻ വരൂ. നമുക്ക് പോവാം. ശരി. എന്ത് പറ്റി? വേണ്ട മാധവേട്ട, ചെയ്യരുത്. വരൂ, പോകാം. ഇന്ന് ആയില്ലാണ്. ആണോ? മാധവേട്ടന്റെ ജന്മദിനം. തങ്കമണിക്ക് വേണ്ടി ഞാൻ ജനിച്ച ദിവസം. എനിക്ക് ആശിക്കാമോ? നിനക്ക് മാത്രം. എന്തിനാ മാല? വെറുതെ. അയ്യോ,
നട അടച്ചു എന്നാ തോന്നുന്നത്. ഈ മരവാതിലുകൊണ്ട് ഈശ്വരൻ നമ്മെ കാണാതിരിക്കില്ല. നോക്കൂ, നമ്മുടെ ഗ്രാമത്തിന് എന്തൊരു ഭംഗിയല്ലേ. നമ്മുടെ വീട് എവിടെയാണെന്ന് പറയാമോ? അവിടെ. അല്ല, മാധവേട്ടന് തെറ്റി. നിനക്ക് പറയാമോ? ദേ അവിടെ. മിടുക്കി പെണ്ണ്. മാധവേട്ട, അമ്മ കാത്തിരിക്കും. നമുക്ക് വേഗം പോവാം. മാല കളയും, അമ്മ കാണും. കണ്ടോട്ടെ. സമയമായിട്ടില്ല. അല്ലെങ്കിലും അമ്മയ്ക്കറിയാം മാധവേട്ടൻ എന്റെ ജീവനാണെന്ന്. എന്താ അത്ര വൈകിയേ? ആ, അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ, നേരം വൈകി. ആ, അച്ഛൻ എത്തിയോ? അച്ഛൻ എത്തിയിട്ടില്ല. വരവില്ലേ? ഇടയ്ക്കിടെ വരാറുണ്ട്. ആ, വരട്ടെ. നളിനി, എന്താ ഇവിടെ? ഞാൻ വരാം. മാധവേട്ടാ, മാധവേട്ടാ, ഭാർഗവീടത്തേക്ക് സുഖമില്ല. എന്താ എന്ത് പറ്റി പറയട്ടെ? എനിക്ക് തീരെ വയ്യ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഇപ്പൊ വേണ്ട. ആ വിലാസിനി വരുന്ന എല്ലുപുഴുങ്ങൻ പാടത്ത് പണിക്കാർക്ക് കൊടുക്കാനുള്ള പണം അലമാരിയിലുണ്ട്. ഞാനും കുറച്ച് കാപ്പി കൊണ്ടുവരും. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്? ഈ പനി അത്ര നന്നല്ല. അകത്തു പോയി കിടക്കുമോളെ. എന്റെ ഭഗവതി, രക്ഷിക്കണേ. എങ്ങനെയുണ്ട് ഭാർഗവി കൊച്ചിന്? കുളിക്കാറായോ? കുളിക്ക്. അതിന് എത്രയായി? 7 ആയുള്ളൂ. ഇനി ഒരാഴ്ച കൂടെ പിടിക്കും. നിനക്ക് പോയി അവിടെ എന്തെങ്കിലും സഹായിച്ചു കൊടുത്തൂടെ? എന്നെ കൊണ്ട് വയ്യ, എനിക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല പെണ്ണുങ്ങളും അവിടെ പോയി സഹായിക്കുന്നു. സഹായിച്ച് ജീവിക്കാൻ പഠിക്കും. ആ മാധവൻകുട്ടി ഉള്ളത് ആ പെണ്ണിന്റെ ഭാഗ്യം. ഇതാ കാപ്പി. അവിടെ വെച്ചോ. അതെന്താ, ഞാൻ തന്നെ വാങ്ങൂല്ലേ? ഞാൻ ഇന്ന് രാത്രി കൂട്ടിന് കിടക്കാൻ വരട്ടെ? വേണ്ട. ഇത്ര വെറുപ്പാണോ? ഞാൻ നിന്റെ അമ്മയെ കാണട്ടെ. നിനക്കൊരു കല്യാണം കഴിച്ചു. മതി മതി മതി. ചേച്ചി വിളിച്ചോ? നീ പോയില്ലേ? പോവാണ്. മാധവൻകുട്ടിക്ക് കാപ്പി കൊടുത്തോ? ചോറും കറികളും മൂടി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും? ഒന്നും വേണ്ട, എല്ലാം മടുത്തു വിലാസിനി. ഒരാഴ്ച കൂടി ഉപ്പില്ലാത്ത കഞ്ഞിയും പപ്പടവും കഴിക്കാനല്ലേ വൈദ്യം പറഞ്ഞത്.
അത് കഴിഞ്ഞാൽ നേരെ ഇരുട്ടായി. ഞാൻ പോട്ടെ. ഒറ്റയ്ക്ക് പോണ്ട, മാധവൻകുട്ടിയെ വിളിച്ചോളൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കുള്ളൂ. ഓ, ഭാഗ്യവരുത്തി, ഉറങ്ങിയാണോ? ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി മാധവൻകുട്ടി. മരുന്ന് കഴിച്ചോ? എല്ലാം അടുത്തിരിക്കുന്നു. മാധവൻകുട്ടി വല്ലതും കഴിച്ചോ? ഇല്ല. കറി നന്നായിരിക്കില്ല അല്ലേ? അതൊന്നുമല്ല, ഞാൻ ആഹാരം കൊണ്ടുവരട്ടെ? വേണ്ട, ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നപ്പോ വിശപ്പ് തോന്നാറില്ല. ഇപ്പൊ വിശക്കുമ്പോ ഉപ്പില്ലാത്ത കഞ്ഞി. സാരമല്ല ഭാർഗവതി, എല്ലാം കൂട്ടി ഊണ് കഴിക്കാം. എനിക്കോ? അതെ, ധൈര്യമായി കഴിച്ചോളൂ. അവസാനമില്ലാത്ത ഏകാന്തതയിൽ നിന്ന് മോചനമില്ലാത്ത ഈ ജീവിതം വെറും ഭാരമാണ്. മാധവൻകുട്ടി ഉറങ്ങിയില്ലേ? ഇല്ല, ഇനിയും സമയമുണ്ടല്ലോ. പുറത്ത് നിലാവുണ്ടോ? നല്ല നിലാവുണ്ട്. നിലാവും നിറഞ്ഞ സന്ധ്യയും എന്നും എന്റെ സ്വപ്നങ്ങളാണ്. ഭാർഗവത്തി പുറത്തേക്ക് വരും. ഓ, എല്ലാവരും എന്നെ പേടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു. ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവാദം തരുന്നത് മാധവൻകുട്ടിയാണ്. ഉറക്കം വരാത്ത രാത്രികളിൽ ഈ നിഴലും നിലാവും നോക്കി ഞാൻ ഇരിക്കാറുണ്ട്, ആരും അറിയാതെ. അറിഞ്ഞാലെന്താ? അറിയാൻ ആരുണ്ട്? വലിയ വീട്ടിലെ ഈ മുറിയിൽ ഞാൻ എന്നും ഒരു തടവുകാരിയാണ്. ഒരമ്മയുടെ വാത്സല്യം പകരാൻ ഒരച്ഛന് കഴിയില്ല. അമ്മയുടെ നഷ്ടം അച്ഛനേക്കാളേറെ എനിക്കായിരുന്നു. പ്രതാപിയായ അച്ഛന്റെ കണ്ണിൽ എല്ലാവരും ചെറുതായിരുന്നു. രാവും പകലും അച്ഛനൊരുപോലെയായിരുന്നു. എന്റെ നാമജപത്തേക്കാൾ അപ്പുറം അച്ഛൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തിരുവാതിരയ്ക്കും ഓണക്കളിക്കും ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. അച്ഛനും പിരിഞ്ഞപ്പോ
ഒരു വീട്ടമ്മയുടെ ഭാഗ്യം നഷ്ടപ്പെട്ട ഞാൻ എല്ലാവരുടെയും കൊച്ചമ്മയായി. നഷ്ടങ്ങൾ ഓർത്ത് ഭാഗ്യവടുത്ത് ദുഃഖിക്കരുത്. ഓ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലേ. ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നൊരു തോന്നൽ.